മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് സെൽഫി എടുത്തു. മൂന്നാം ദിനം 10ാം ക്ലാസ്സുകാരിയുടെ ദാരുണമായ ആത്മഹത്യ. ആന്ധ്രയെ ഞെട്ടിച്ച് 15-കാരി ശിവാനിയുടെ വേർപാട്. സ്വപ്നങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ ജീവിതം ബുദ്ധിമുട്ടിലാണെന്ന് മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ച കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്ത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിനൊപ്പം വേദി പങ്കിടുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്ത 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവം രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പോളവാരം ജില്ലയിലെ രംബചോടവരം സ്വദേശിനിയായ മുറം ശിവാനി എന്ന 15-കാരിയാണ് സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്. ചന്ദ്രബാബു നായിഡു നേരിട്ടെത്തിയ സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് കേവലം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നാടിനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ ദാരുണ സംഭവം അരങ്ങേറിയത്. രാമചോദവാരം മണ്ഡലത്തിലെ ഇർളപ്പള്ളി ഗ്രാമത്തിലുള്ള മുത്തശ്ശിയുടെ വീട്ടിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്തു നിന്നും പോലീസ് സംഘം പെൺകുട്ടി എഴുതിയതെന്ന് കരുതപ്പെടുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. സ്വന്തം മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് എഴുതിയ കത്തിൽ തനിക്ക് വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ നിലവിലത്തെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണെന്നും പെൺകുട്ടി സങ്കടത്തോടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ 24-ന് രംബചോടവരം സർക്കാർ സ്കൂളിൽ വെച്ച് നടന്ന PTA മീറ്റിംഗിലും പ്രത്യേക സ്കൂൾ പരിപാടിയിലുമാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. അന്നത്തെ പരിപാടിയുടെ അവതാരകയായി തികച്ചും പ്രഗത്ഭമായ രീതിയിലാണ് ശിവാനി പ്രതികരിച്ചത്. കുട്ടികളുമായി സംവദിക്കുന്നതിനിടെ ശിവാനിയുടെ മികവ് കണ്ട് പ്രശംസിച്ച മുഖ്യമന്ത്രി പെൺകുട്ടിയെ തന്റെ ഒപ്പം വന്നിരിക്കാൻ ക്ഷണിക്കുകയും വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിക്കൊപ്പം ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് സെൽഫികൾ എടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയോട് തന്റെ പഠനത്തെക്കുറിച്ചും ഭാവിയിൽ കൈവരിക്കേണ്ട വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചും വളരെ പ്രതീക്ഷയോടെയാണ് ശിവാനി അന്ന് സംസാരിച്ചത്. എന്നാൽ ആ സന്തോഷങ്ങൾക്കെല്ലാം കേവലം 3 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് അധ്യാപകരെയും സഹപാഠികളെയും ഒരുപോലെ അമ്പരപ്പിക്കുകയും സങ്കടത്തിലാഴ്ത്തുകയും ചെയ്തു. പ്രതീക്ഷാനിർഭരമായ ഭാവി മുന്നിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കടുത്ത ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. ശിവാനിക്ക് ഉയർന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അനുസ്മരിച്ച അദ്ദേഹം ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വിദ്യാർത്ഥികൾ കടുത്ത ധൈര്യത്തോടെ നേരിടണമെന്നും ആഹ്വാനം ചെയ്തു. മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്ന കുട്ടികൾ യാതൊരു കാരണവശാലും അത് ഉള്ളിലൊതുക്കാതെ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അവർക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നും ആവശ്യമായ പിന്തുണ നേടണമെന്നും മറ്റൊരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു. ലോകത്ത് എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടിയുടെ ദുരൂഹമായ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ അദ്ദേഹം ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കുട്ടിയുടെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചും വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.